18 വർഷമായി അമ്മ തനിക്ക് തന്നുകൊണ്ടിരുന്ന ഗുളികയുടെ കവർ ലേബൽ മാറ്റി നോക്കിയപ്പോൾ അതിനടിയിൽ മറ്റൊരു ലേബൽ കണ്ട് അവൾ ഞെട്ടി. യഥാർത്ഥത്തിൽ ഡോക്ടർ നൽകിയ മരുന്ന് തന്നെയാണോ എന്ന് അവൾക്ക് സംശയം തോന്നി. രാത്രിയിൽ അമ്മ വീണ്ടും മരുന്ന് നൽകിയപ്പോൾ അവൾ ഒരു മടിയും കൂടാതെ അത് കഴിക്കുന്നതായി നടിച്ചു. അമ്മ പോയ ഉടനെ വായിൽ നിന്നും മരുന്ന് പുറത്തെടുത്തു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നവൾക്ക് തോന്നി. രാത്രി വൈകിയപ്പോൾ അവൾ പതുക്കെ താഴേക്ക് വന്ന് ക്യാപ്സ്യൂളിന്റെ പേര് തിരയാൻ കമ്പ്യൂട്ടർ ഓണാക്കി. പക്ഷെ വീട്ടിലെ ഇന്റർനെറ്റ് ഓഫായിരുന്നു. ഈ സമയത്ത് അമ്മ അടുക്കളയിൽ നിൽക്കുകയും നിശബ്ദമായി തന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞില്ല. പിറ്റേന്ന് അമ്മ പുറത്ത് പണിയെടുക്കുന്ന സമയത്ത് അവൾ ഫോൺ എടുത്ത് ഫാർമസിയിലേക്ക് വിളിച്ചു. പക്ഷെ ഫോൺ എടുത്തത് അമ്മയുടെ ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവൾ ഫോൺ കട്ടാക്കി. അവൾക്ക് മറ്റു മാർഗമില്ലാത്തതിനാൽ അവൾ ഒരു റാൻഡം നമ്പർ ഡയൽ ചെയ്ത് മറുവശത്തുള്ള വ്യക്തിയോട് ഇന്റർനെറ്റിൽ മരുന്നിന്റെ പേര് തിരയാൻ അഭ്യർത്ഥിച്ചു. മറുവശത്തുള്ള ആൾ ചുവന്ന ക്യാപ്സ്യൂൾ ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. കാരണം അവളുടെ ഗുളിക പച്ച നിറത്തിലുള്ളതായിരുന്നു. പിറ്റേ ദിവസം സിനിമ കാണാനെന്ന് പറഞ്ഞ് പെൺകുട്ടി അമ്മയോടൊപ്പം പോയി. സിനിമ പകുതി കഴിഞ്ഞപ്പോൾ അവൾ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അവൾ സിനിമാ ഹാളിൽ നിന്നും മുന്നിലുള്ള ഫാർമസിയിലേക്ക് ഓടി. അവൾ വേഗം കൗണ്ടറിലെത്തി മരുന്നിന്റെ പേര് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. മുന്നിലുള്ളയാൾ മറുപടി നൽകിയായുടനെ അവൾ ഞെട്ടിത്തെറിച്ചു നിന്നു. കാരണം ആ പച്ച ക്യാപ്സ്യൂൾ മനുഷ്യർക്കുള്ളതല്ല. അത് മനുഷ്യർ കഴിച്ചാൽ എന്തു പറ്റുമെന്ന് അവൾ ചോദിച്ചു. അപ്പോഴേക്കും അവളുടെ അമ്മ പെട്ടെന്ന് അവിടെ എത്തി അവൾക്കൊരു കുത്തിവയ്പ് നൽകി. ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.